നമസ്കാരം. 18ാം ലോക്സഭയുടെ സമ്മേളനത്തിൻ്റെ ആരംഭം വളരെയധികം ശ്രദ്ധയാകർഷിച്ചതും അതിനു മുകളിലേക്ക് നോക്കുമ്പോൾ കൂടുതൽ അർത്ഥവത്തായ ഒന്നും കൂടിയായിരുന്നു. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമ്മേളനത്തിൽ വന്നത്. സഭയിലെ പ്രധാന അംഗമായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ സഭയ്ക്കുള്ളിൽ ഭരണഘടന ഉയർത്തിക്കാണിക്കുകയായിരുന്നു. ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും എല്ലാം അതിൻ്റെ സവിശേഷതകളെയും മാനദണ്ഡങ്ങളെയും തകർക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടികളും നേതാക്കളും ഒരേ കുടക്കീഴിൽ പ്രതിഷേധിക്കുന്നതെന്നും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയാണ് തങ്ങൾക്ക് പ്രവർത്തിക്കാൻ താല്പര്യമാണെന്നുള്ളത് നേതാക്കൾ പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ടാണ് NDA തന്നെ ഇപ്പോൾ അധികാരത്തിലെത്തിയതെന്ന് മാത്രം. 10 വർഷത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഭരണഘടനാ മൂല്യങ്ങളെയെല്ലാം താറുമാറാക്കാനും മൃതസംസ്കാരം നടത്തുന്നതിന് ശ്രമിക്കുന്നതിനും അതിനെതിരെയുള്ള മുന്നറിയിപ്പാണ് ഈ വിധി വന്നിരിക്കുന്നത്. ഈ വിധിയെ പിന്തുടരുക എന്നത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് തങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടുള്ള വഴിയിലൂടെയുള്ള തുടർ സഞ്ചാരം കൂടിയാണിത്. ഒറ്റയ്ക്കും കൂട്ടമായും ആ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നതുകൊണ്ടാണ് അവർ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം ഭരണഘടനയുടെ പകർപ്പുകളുമായി എത്തിയത്. അതുകൊണ്ടാണ് സഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം തന്നെ കൂടുതൽ അത് അർത്ഥവത്തായി മാറുകയും ചെയ്തത്. കനമുള്ള വാക്കുകൾ ഒഴിവാക്കിയെങ്കിലും സമ്മേളനത്തിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിന് പുറത്ത് അരങ്ങേറിയ പ്രസംഗത്തിൽ എപ്പോഴുമുള്ള തരത്തിലുള്ള വാചകമടി ഇല്ലായിരുന്നു. എന്തായാലും മുമ്പത്തെ പോലെ BJP ശക്തരല്ലെന്നതും പ്രതിപക്ഷം ദുർബലമല്ല എന്നത് BJPക്ക് നല്ല പോലെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം സഭയിലെത്തിയിരിക്കുന്നത്. ചില പ്രത്യേക വിഭാഗങ്ങളുടെയും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് BJP എപ്പോഴും നിലയുറപ്പിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ രണ്ട് സഖ്യങ്ങളും പരസ്പരമുള്ള വ്യത്യാസം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. അതേസമയം BJPയുടെയും ഇന്ത്യ സഖ്യത്തിന്റെയും ശക്തിയിലുണ്ടായിരിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ മുമ്പത്തെ പ്രാവശ്യത്തെ പോലുള്ള തല്ലുകൂടലിനേക്കാൾ സമവായത്തിനാണ് BJPയെ പ്രേരിതമാക്കുന്നത് എന്നതാണ് ഇന്നലത്തെ മോദിയുടെ വാക്കുകളിൽ നിഴലിച്ച് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് മോദി ആയതുകൊണ്ടും വർഗീയവാദം മുഴക്കുമെന്നുള്ളത് കൊണ്ടും BJP ആണെന്നതുകൊണ്ടും പറയുന്ന നിലപാടുകളിൽ നിന്ന് പ്ലേറ്റ് മറിക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതിനവർ ഒരു മടിയും വിചാരിക്കുകയുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത കൂടിയാണ്. അപ്പോൾ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്നതിനും അതിൻ്റെ മൂല്യങ്ങൾ ഭദ്രമാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഭാവി ഇന്ത്യ ഓരോ പൗരനോടും പറയാൻ ആഗ്രഹിക്കുന്നത്.